ചിന്തകൾ വളർത്താതെ ചഞ്ചല നാരായണ ദുർഗേ നാരായണ. പാലത്ര ഭഗവതിയുടെ മുൻവശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുമായാണ് അല്പസമയം നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ നാട്ടുകാർക്കും കൊല്ലം ജില്ലയിലെ വ്യത്യസ്തമായ പാലത്ര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ ഉത്സവം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്സവമാണ്. വളരെ ഞാൻ പാലത്ര ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് സുധീർ എന്നാണ്. സുധീർ കൊടിയേറി ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. കൊടിയേറ്റിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിളക്കാചാരമുണ്ട്. രാത്രി 8:30 സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതാണ് വിളക്കാചാരം. അതെല്ലാ രണ്ടാം ഉത്സവം തൊട്ട് 9ാം ഉത്സവം വരെ എല്ലാ ദിവസവും വിളക്കാചാരമുണ്ട്. എല്ലാ സ്ത്രീജനങ്ങളും വളരെ കൂടുതൽ പങ്കെടുക്കുന്ന ഒരു കർമ്മമാണ് പാലത്ര ക്ഷേത്രത്തിലെ വിളക്കാചാരം. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന വിളക്കാചാരമാണ്. 8:30 തൊട്ട് വിളക്കാചാരം തുടങ്ങി. എന്തായാലും ഇവിടുത്തെ ഏറെ പ്രാധാന്യമുള്ള 28 വർഷമായി അല്ലെ പാലത്ര ക്ഷേത്രത്തെക്കുറിച്ച് പുറത്തൊക്കെ ഒരുപാട് കേൾവിയാണ്. കാരണം വലിയ വലിയ ക്ഷേത്രങ്ങളുള്ളപ്പം ഈ ഉത്സവം കാണാൻ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ഉത്സവം കണ്ടിട്ട് സന്തോഷത്തോട് പോവുകയും നല്ല ഉത്സവമായിരുന്നെന്നും അല്പസമയം വളരെ ദേവിയുടെ മുമ്പിൽ വന്ന് ഇഷ്ട വഴിപാട് ചെയ്യുവാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അമ്പലത്തിൽ വരുന്നവർക്ക് അമ്പലത്തിൻ്റെ അജണ്ടകളൊക്കെ വളരെ കൃത്യമായി പോകുന്നു. ഇപ്പം തന്നെ വിളക്കെടുക്കാൻ വരുന്നത് വളരെ എന്താ പറയുക, വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ വളരെ ചിട്ടയായിട്ടുള്ള ഒരു ചിട്ടകളാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ ചെയ്യുന്നത് അത് വളരെ ഒരു അതിശയം തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുമ്പം ദേവിയെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ അല്പനേരം കണ്ട് അവരെല്ലാം വന്ന് നിൽക്കുകയാണ്. ആ കാലെടുത്തവും എടുത്തിട്ടില്ല വിളക്കെത്തിക്ക്. ചിലയിടത്തൊക്കെ അവരോട് 100 വട്ടം പറയണം നിരന്ന് നിൽക്കാനൊക്കെ. അങ്ങനെ പൂനമ്പാക്കുളം ക്ഷേത്രങ്ങളിലൂടെയൊക്കെ അങ്ങനെ ഒരുപാട് ചമ്മകളൊക്കെ എടുക്കുന്ന ഒരുപാട് അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 5 വലത്താണുള്ളത്. 5 വലത്ത് 5 താളം അനുസരിച്ചിട്ട് 5 വലത്താണ്. അതുകൂടാതെ എല്ലാ ദിവസവും 1ാം ഉത്സവം തൊട്ട് 9ാം ഉത്സവം വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അന്നദാനത്തിന്റെ ഏറ്റവും കേൾവിയേറ്റ ക്ഷേത്രമാണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ ഉച്ചയ്ക്ക് വന്ന് ഊണ് കഴിച്ചിട്ട് പോകാനായിട്ട് വരുന്നു. തീർച്ചയായിട്ടും പങ്കെടുക്കുന്നതിനായിട്ട് വരുന്നുണ്ട്. അതുപോലെ 7ാം ഉത്സവ ദിവസം സമൂഹ സദ്യയാണ് നടത്തുന്നത്. അതെല്ലാവർക്കും നല്ല ഇലയൊക്കെ ഇട്ട് 10-12 തൊടുകറികളും അറിയാം. അങ്ങനെ ഈ വർഷം അങ്ങനെയാണ്. ഈ വർഷവും അങ്ങനെ തന്നെ 7ാം ഉത്സവത്തിന് സമൂഹ സദ്യ ഉണ്ട്. പിന്നെ വർഷത്തിലൊരിക്കലാണ് ദേവി 10ാം ഉത്സവത്തിൻ്റെ അന്ന് ദേവി പുറപ്പെട്ട് ഇവിടുന്ന് കുളക്കടവിൽ പോയി കുളക്കടവ് കർമ്മങ്ങളൊക്കെ നടത്തി, ആറാട്ട് കർമ്മമൊക്കെ നടത്തി എഴുന്നള്ളി നേരെ ദേശം ചുറ്റി തട്ടാമല നാഷണൽ ഹൈവേ വഴി ചുറ്റി തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് തന്നെ നെടുകുതിരയെടുപ്പ് തുടങ്ങും. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായ ദേവിയുടെ ഐതിഹ്യം വല്ലതും കാര്യങ്ങൾ ഇവിടെ അറിയാം. ഐതിഹ്യമായിട്ടുള്ള ആയിക്കോട്ടെ, ശരി, തീർച്ചയായിട്ടും ആയിക്കോട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.
നാരായണ ദുർഗേ നാരായണ